സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം, എല്ലാവരും അവയവവും ആകുന്നു. റോമർക്ക് ലേഖനം 12 വാക്യം. പൗലോസ് അപ്പോസ്തലൻ യേശുവിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്തുവിൻ്റെ ശരീരം ആയവരെ ഇതുപോലെയൊരു സ്വപ്ന സംഘമെന്ന് വിശേഷിപ്പിക്കുന്നു. തങ്ങളുടെ വ്യക്തിപരമായ കൃപാവരങ്ങൾ എല്ലാവർക്കും പ്രയോജനമാകണമെന്ന് അദ്ദേഹം റോമൻ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നു. നമ്മുടെ ശരീരം വിവിധ അവയവങ്ങൾ ചേർന്നുണ്ടായിരുന്ന പോലെ വിവിധ ദൗത്യങ്ങളുള്ള നാം എല്ലാം ചേർന്ന് ഒരു ആത്മീയ ശരീരം ആയിരിക്കുകയും സഭയുടെ പൊതുപ്രയോജനത്തിനായി ആത്മവരങ്ങൾ നൽകപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. റോമർ 12 വാക്യം. ദാനം ചെയ്യാനുള്ളവരും പ്രോത്സാഹിപ്പിക്കാനുള്ള വരം, പഠിപ്പാനുള്ള വരം എന്നിങ്ങനെ ഏത് ആത്മീയമായാലും അതൊക്കെയും മറ്റുള്ള പ്രയോജനത്തിനായിട്ടുള്ളതാണ് എന്ന് കണക്കാക്കണമെന്ന് പൗലോസ് നിർദ്ദേശിക്കുന്നു. നമുക്കും ദൈവം നൽകിയ കൃപാവരങ്ങളെ മറ്റുള്ളവരോടൊപ്പം നിസ്വാർത്ഥമായി തെളിയിച്ച് ഉപയോഗിക്കാം. ക്രിസ്തുവിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൃപാവരങ്ങളും കഴിവുകളും എന്തൊക്കെ? ഇവ മറ്റുള്ളവർ പ്രയോജനത്തിനായി എങ്ങനെ ഉപയോഗപ്പെടുത്താം? പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, അങ്ങ് എനിക്കായി നൽകിയതിന് എല്ലാം നന്ദി. ദൈവമേ, എൻ്റെ സാധ്യതകളും കഴിവുകളും കർത്താവിൻ്റെ ശരീരമായ സഭയ്ക്ക് എങ്ങനെ പ്രയോജനമാക്കാം എന്ന് എനിക്ക് കാണിച്ചു തരണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.